എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടും സേഫായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ട് സേഫായിട്ടും ഇരിക്കുന്നു. അപ്പം ഇന്നത്തെ നമ്മുടെ പതിവ് ജോലികളിലേക്ക് കടക്കുകയാണ്. അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പം രാവിലെ എഴുന്നേറ്റ് രാവിലത്തെ പരിപാടികളൊക്കെ ചെയ്തതിന് ശേഷം അടുക്കളയിലേക്ക് വന്ന് കഞ്ഞി അടുപ്പത്തിട്ടിട്ടുണ്ട്. അതിനുശേഷം വേണ്ട കുറച്ച് കട്ടൻ എടുത്ത് കുടിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അരി ഞാൻ അടുപ്പത്തിട്ടിട്ട് അത് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേന് കുറച്ച് വെള്ളവും കൂടെ അതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പ്രാവശ്യം വാങ്ങിച്ച അരിക്ക് എന്തോ ഒരു പശ പോലെയുണ്ട്, ഇച്ചിരി കൊഴുപ്പ് കൂടുതലാണ്. അപ്പം വെന്ത് പോയി കഴിഞ്ഞാൽ ആ ചോറ് കൊള്ളത്തില്ല. അതുകൊണ്ട് വെള്ളം നന്നായിട്ട് ഒഴിച്ച് വേണം ഊറ്റാനായിട്ട്. അപ്പം അത് ഞാൻ കൂടുതൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അവിയലാണേ. അപ്പോൾ കുറച്ച് കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നേരത്തെ വാങ്ങിച്ചതിൻ്റെ കുറേശ്ശൊക്കെ എടുത്ത് ബാലൻസ് വെച്ചിരുന്നതിൻ്റെയാണ്. കുറച്ച് കുമ്പളങ്ങ, ഒരു ചെറിയ കഷ്ണം കായുണ്ട്, പിന്നെ എന്താണ് പടവലങ്ങ, പിന്നെ ചേന, അങ്ങനെ കുറച്ച് കഷ്ണം ക്യാരറ്റ്, അങ്ങനെയുള്ള കുറച്ച് കഷ്ണങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ഞാൻ അരിഞ്ഞിട്ടതിന് ശേഷം ഇടയ്ക്ക് ഓരോ പണിക്ക് പോയിട്ട് തിരിച്ചു വരുന്നതാണ്. അപ്പം കുമ്പളങ്ങയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന കഷ്ണങ്ങളാണ്. ചേന മാത്രമാണ് ഇച്ചിരി ബുദ്ധിമുട്ട്. അപ്പം ഞാൻ ഓർത്ത് രാവിലെ നമുക്ക് അടുപ്പേ വെച്ച് ഒത്തിരി സമയമെടുത്ത് അവിയലുണ്ടാക്കാനുള്ള ടൈമില്ല. അതുകൊണ്ട് നമുക്ക് കുക്കറെ വെക്കാമെന്ന് വിചാരിച്ചാണ് ഇപ്പം ഞാൻ ഈ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുക്കുന്നത്. അപ്പം ഞാൻ ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് അരിച്ചെടുത്തുകൊണ്ട് വരാം. ഇതേണ്ട കഷ്ണങ്ങളൊക്കെ കഴുകി വാരി ഇതേണ്ട ഞാൻ കുക്കറിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പം മുരിങ്ങയ്ക്ക അതേണ്ട ഭയങ്കര വലിപ്പമുള്ള മുരിങ്ങയ്ക്ക, അത് ഞാൻ ഒന്നുകൂടെ പൊളന്നിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് ഉപ്പും പുളിയൊക്കെ പിടിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ അതിനകത്ത് ഉപ്പും പുളിയും കയറാൻ പാടാണല്ലോ. അതുകൊണ്ടൊന്ന് ഞാൻ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചേനയും കൂടി ഒന്ന് അരിഞ്ഞെടുക്കണം. അതും കൂടെ ഞാനൊന്ന് അരിഞ്ഞെടുക്കുവാണ്. അപ്പോൾ ചേന അരിയുമ്പോൾ എപ്പോഴും എനിക്ക് കൈ ചൊറിയും. അത് കാരണം ഞാൻ ഈ ചേനയുടെ പുറത്തെ തൊലി എല്ലാം ചെത്തിക്കളഞ്ഞിട്ട് ഈ സൈഡിലൊക്കെയുള്ള പീസ് കൊള്ളുവലാത്തൊക്കെ ചെത്തിക്കളഞ്ഞതിന് ശേഷം ഒന്ന് കഴുകിയെടുക്കും. പുറമേ ഒന്ന് കഴുകിയെടുക്കും. അരിഞ്ഞതിന് ശേഷം ഞാൻ കഴുകത്തില്ല. അങ്ങനെ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൈ ഭയങ്കരമായിട്ട് ചൊറിയും. ഇതിപ്പം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ വലിയ കാര്യമായിട്ട് ചൊറിയത്തില്ല. അതിന് പുറമേ മാത്രം ഒന്ന് കഴുകിയെടുത്താൽ മതി. നന്നായിട്ടൊന്ന് ഞാൻ പൈപ്പിൻ്റെ ചോട്ടി വെച്ചൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കും. അതിന് ശേഷം അരിഞ്ഞിടുന്നത്. അപ്പോൾ അരിഞ്ഞിട്ട് കഴുകി കഴിയുമ്പോൾ നന്നായിട്ട് ചൊറിയും. അതുകൊണ്ട് ഇങ്ങനെയാണ് സാധാരണയായിട്ട് ഞാൻ ചേന അരിയാറുള്ളത്. എന്നിട്ട് ചേന അരിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ പകുതി സ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. എനിക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് അവിയലുണ്ടാക്കുന്നതാണ് ഇഷ്ടമേ. അപ്പോൾ തേണ്ട കുക്കറിനകത്ത് അടപ്പൊക്കെ ഇട്ട് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഒറ്റ വിസിൽ മാത്രം അടുപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ തേണ്ട നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിതിലേക്ക് വാളംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വാളംപുളി അല്ലെങ്കിൽ മാങ്ങയാണ് ഞാൻ സാധാരണയായി അവിയലിന് ചേർത്ത് കൊടുക്കാറുള്ളത്. തൈര് ചേർത്ത് കൊടുക്കാറില്ല. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലല്ലേ വെക്കുന്നത്. അതുകൊണ്ട് ഞാനിങ്ങനെയാണ് സാധാരണയായിട്ട് അവിയലുണ്ടാക്കിയെടുക്കുന്നത്. ഞങ്ങളുടെ അങ്ങോട്ടൊക്കെ കൂടുതലും എനിക്ക് തോന്നുന്നത് മാങ്ങ അല്ലെങ്കിൽ പുളിയാണ് ചേർക്കുന്നത്. തൈര് അപൂർവമായിട്ടേ ചേർക്കാറുള്ളതെന്ന് തോന്നുന്നു. ഞാനങ്ങനെ തൈര് ഒഴിച്ചിട്ടുള്ള അവിയൽ കൂടുതലായിട്ട് കൂട്ടിയിട്ടില്ല. ഞാൻ സാധാരണയായിട്ട് ഇങ്ങനെയാണ് അവിയലുണ്ടാക്കിയെടുക്കാറ്. അപ്പം ഞാൻ തവിയുടെ കണ കൊണ്ടാണ് അത് ഇളക്കി കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വല്ലാതെ അങ്ങ് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേണ്ട നമ്മൾ തേങ്ങായും ജീരകവും ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി ഞാൻ ചേർക്കും. വെളുത്തുള്ളി ചേർത്ത് അവിയലിന് അരയ്ക്കുന്നതാണ് എനിക്കിഷ്ടമേ. ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളല്ല. ഞാൻ ചെറിയ കഷ്ണം വെളുത്തുള്ളി ചേർക്കുക. അതിൻ്റെ കൂടെ ഒരു 5-6 കൊച്ചുള്ളിയും കൂടെ ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. അതിന് ശേഷം ഇത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചൊന്ന് ആവി കയറ്റി എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അവിയൽ റെഡിയാകും. അപ്പം ഞാൻ തേങ്ങ ഇട്ടതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി തുറന്ന് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതേ തുറന്ന് നോക്കിയിട്ടതാണ് നമ്മുടെ കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് വാങ്ങി വെക്കാം.
അപ്പോൾ നമ്മൾ അവിയൽ അടുപ്പത്ത് നിന്ന് വാങ്ങിയതിന് ശേഷം അടുപ്പിൽ തന്നെ നമ്മളടുത്ത് ഒരു ചാറുകറി എന്തെങ്കിലും വേണമല്ലോ. അതിനായിട്ട് വേണ്ട മോരുകറിയാണ് നമ്മൾ വെക്കാൻ പോകുന്നതിനായിട്ട്. കടുകിട്ട് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവയും കൂടെ പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉണക്കമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. അത് രണ്ടും ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 3-4 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുത്ത് ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഈ സമയത്ത് ഞാൻ ഇതിലേക്കുള്ള അരപ്പ് അരച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങയും ജീരകവും അതുപോലെ തന്നെ വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അരയ്ക്കുന്ന വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അതെല്ലാം കൂടെ അരച്ചെടുത്തത് നമ്മുടെ ഈ മൂത്ത് വന്നിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും അതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ അരപ്പിൻ്റെ പച്ചച്ചവയൊന്ന് മാറി വരുന്നവരെ ഇളക്കി കൊടുക്കണം. പിന്നെ നമ്മൾ വേണ്ട മിക്സിയുടെ ജാറിലിട്ട് ഉടച്ചെടുത്തിരിക്കുന്ന തൈരും കൂടെ നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം മോര് കട്ടിയിലല്ല നമ്മൾ എടുക്കുന്നത്, കുറച്ചൊരു ലൂസായിട്ടാണ് വേണ്ടത്. ഇവിടെ ചാറ് എല്ലാ കറിക്കും ചാറ് ഇച്ചിരി കൂടുതൽ വേണ്ടതാണ്. അപ്പോൾ അതും കൂടെ ഞാനൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇന്നലെ വൈകിട്ട് വെച്ച ചിക്കൻ കറി ഇരിപ്പുണ്ട്. അതും കൂടി ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ ഉച്ചയൂണിനുള്ള കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയില്ല, അത് കാരണം അതും ഒന്നും വേണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം അവർ ഫുഡൊക്കെ കഴിച്ചു പോയി. ചോറും ഒക്കെ എടുത്തു കൊടുത്തു. പിന്നെ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ ഒന്ന് കാണണേ. ഇതുപോലുള്ള ചെറിയ ചെറിയ വ്ലോഗ്സും കുക്കിംഗ് വീഡിയോസും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.